ഹായ് ഗായ്സ്, ഇത് ക്വീൻസ്ലാൻഡിലെ ഫ്രെഡ് പ്രമാണിച്ച് നമുക്ക് ബാക്ക് പാക്കിൽ എന്തെല്ലാം എമർജൻസി ആയിട്ട് പാക്ക് ചെയ്യാന്നുള്ള പറയാനുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പാക്ക് ചെയ്യാൻ നോക്കാം. ഫുഡൊക്കെ ആണ് മെയിൻലി, സ്നാക്സ്, വെള്ളം, അതൊക്കെയാണ്. അപ്പം സ്നാക്സ് എന്ന് പറയുമ്പോഴേക്കും ഡ്രൈ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇച്ചിരി നല്ലതാണ് കേട്ടോ. പിന്നെ അതിനോടൊപ്പം നമ്മുടെ മൊബൈലിനൊപ്പം തന്നെ പവർ ബാങ്ക്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്, ID, പാസ്പോർട്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലൊരു സീലായിട്ടുള്ള ഒരു കവറിൽ പാക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കുടിവെള്ളമൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് വെള്ളത്തിനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഹാൻഡ് ക്യാഷ് എടുത്തതുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളെപ്പോഴും എല്ലാവരും ഫോണിൽ ഉപയോഗിച്ച് പേ ചെയ്യുന്നത്. അപ്പം പവറൊക്കെ റൺ ഔട്ട് ആയി കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ലൈറ്റ്, ക്യാൻഡിൽ, ടോർച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. പ്രിക്കോഷൻ വീട്ടിനടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാമ്പളീൻ, അതുപോലെ നമ്മൾ തുണി വിരിച്ചിരുന്ന റാക്കുകൾ, ഇതൊക്കെ പുറത്തിങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് റൂമിനകത്തോ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെ പറന്നുപോയി നാശനഷ്ടങ്ങൾ പിന്നെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ എമർജൻസി കിറ്റിനകത്ത് വേണ്ടത് എമർജൻസി മെഡിക്കേഷൻ, ലൈക്ക് പാനഡോൾ, ഹെഡേക്കിനുള്ള ചെറിയ ബേസിക് ആയിട്ടുള്ള മെഡിക്കേഷൻ, അത്തരം സാധനങ്ങളാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കേണ്ടത്. അല്ലാതെ വലിയ ബാഗൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ബി സേഫ് ആയിട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ചെറിയൊരു ബാക്ക് പാക്കിൽ എപ്പോഴും പാക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അത് വെച്ച് ബി സേഫ് ക്വീൻസ്ലാൻഡ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.